നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറും നവീകരിച്ച കേരളപ്പിറവി സുവർണ ജൂബിലി ഹാളിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ നിർവഹിച്ചു. 22 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഹാളിന്റെ നവീകരണ പ്രവർത്തനം നടത്തിയത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാറിന്റെയും നവീകരിച്ച കേരളപ്പിറവി സുവർണ ജൂബിലി ഹാളിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ നിർവഹിച്ചു. നമ്മൾ കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ ഈ ഹാളിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഭംഗിയാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായി ഏകദേശം 22 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ 2 വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ സൗണ്ട് പ്രൂഫിംഗ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ഏകദേശം 75% നമ്മൾ പൂർത്തീകരിച്ചത്. ഇനിയും ഈ ഹാള് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു റാമ്പിൻ്റെ പണി കൂടി ഇനി ബാലൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള വികസന സെമിനാർ ഉൾപ്പെടെയുള്ളത് നടക്കുന്നത്, അതിന് സൗകര്യമുള്ളത് ഈ ഹാളാണ് എന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം കൂടി ഇതോടൊപ്പം നടത്താം എന്ന് തീരുമാനിച്ചത്. 2022-24 വാർഷിക പദ്ധതിയിൽ 22 ലക്ഷം രൂപ മുതൽ മുടക്കി സൗണ്ട് പ്രൂഫിംഗ് വർക്കുകൾ ഉൾപ്പെടെ ചെയ്താണ് ഹാൾ നവീകരിച്ചത്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 3ാം വാർഷിക പദ്ധതിയായ 2024-25 വാർഷിക പദ്ധതിയുടെ കരട് വികസന സെമിനാറിൽ അവതരിപ്പിച്ചു. കൂടുതൽ തൊഴിൽ സാധ്യത സൃഷ്ടിക്കുന്നതിനായാണ് പദ്ധതി മുൻഗണന നൽകിയിട്ടുള്ളത്. ഈ വർഷത്തെ നമ്മുടെ സമീപനം കൂടുതൽ തൊഴിലവസരങ്ങൾ എല്ലാ മേഖലയിലും സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ആളോഹി വരുമാനം വർദ്ധിക്കേണ്ടത്, ഓരോരുത്തരുടെ കയ്യിൽ ക്യാഷ് എത്തേണ്ടത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് അനിവാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശാക്തീകരണമാണെങ്കിലും മറ്റിതര മേഖലയിൽ യുവജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും ഇവിടുത്തെ വിഭവ സ്രോതസ്സെ, അതായത് പ്രത്യേകമായി നമ്മുടെ മാൻ പവറിനെ ഏതൊക്കെ തരത്തിൽ വിനിയോഗിക്കാമോ അത്തരത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും തൊഴിൽദായകരെ സൃഷ്ടിക്കുകയും സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനമായും നമ്മൾ ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കാർഷിക മേഖലയിൽ ഒരു സമഗ്ര കാർഷിക വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ ഏജൻസികൾ, MKSP പോലുള്ള തൊഴിലുറപ്പ് പോലുള്ള വിവിധ മിഷനുകളും ഏജൻസികളുടെയും ഒക്കെ സഹായം ഈ പദ്ധതി രൂപീകരണ പ്രക്രിയയിൽ ഗുണകരമാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുകയാണ്. കാർഷിക മേഖലയിൽ നൂതന കൃഷി സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും യന്ത്രവൽകൃത കൃഷിരീതികൾക്ക് ഊന്നൽ നൽകുവാനും ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ മാർഗങ്ങൾ അവലംബിച്ച് ഒരു സമഗ്ര കാർഷിക വികസനവും പദ്ധതി ലക്ഷ്യമിടുന്നു. ഭിന്നശേഷി ക്ഷേമം, സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ എന്നിവരുടെ ക്ഷേമം എന്നിവയിൽ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടിട്ടുണ്ട്. പട്ടികവിഭാഗ ക്ഷേമ പദ്ധതികളിൽ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ പറഞ്ഞു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന സജി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേഴ്സി ജോർജ്, ബെസ്റ്റിൻ ചേറ്റൂർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ്, ഷാൻഡി എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, സാറാമ്മ ജോൺ, രമ രാമകൃഷ്ണൻ, റിയാസ് ഖാൻ, അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ, OK മുഹമ്മദ്, സിബിൾ സാബു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻസി ജോസ്, ബിനോ കെ ചെറിയാൻ, OP ബേബി, ഷെൽമി ജോൺസ്, സെക്രട്ടറി രതി MG തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.